നമസ്കാരം. എസ് എം ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ കറി നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇവിടെ കിട്ടുന്ന നാരങ്ങ കൊണ്ട് ഒരു അടിപൊളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അത് നാരങ്ങ അച്ചാറിന് വേണ്ടി നാരങ്ങയുടെ തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ അത് കൈകൊണ്ടും കളയാം, പിച്ചാത്തി കൊണ്ടും കളയാം. കൈകൊണ്ട് കളഞ്ഞ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കമ്പിളി നാരങ്ങയൊക്കെ തൊലി കളഞ്ഞെടുക്കുന്ന പോലെ ഇരിക്കും. അത്രയും ഇതാണ്. ഇതിനെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു മാറ്റുക. ഒരു 25 പീസ് വെളുത്തുള്ളി എടുക്കുക, അതും ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു മാറ്റുക. അത്രയും തന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. സാധാ പച്ചമുളകാണ്, പഴുത്തത് നോക്കിയാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് പഴുത്തത് എടുത്തിരിക്കുന്നത്. ഉരുളി വെച്ചു. ഉരുളി ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു. അതിലേക്ക് അതും ചൂടായിട്ട് വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും പച്ചമുളകും ചേർത്തു. അത് രണ്ടും കൂടെ ഒന്ന് തിളക്കി മൂപ്പിച്ചെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മിക്സ് വെച്ചിരിക്കുന്ന കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. അതും ചേർത്ത് നാരങ്ങയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ ഈ നാരങ്ങ അച്ചാറിനകത്ത് വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. എൻ്റെ ഒരു നാരങ്ങ അച്ചാറിനകത്തും ഞാൻ വെള്ളം ഒഴിക്കാറില്ല. അപ്പോൾ നാരങ്ങയ്ക്കകത്തുനിന്ന് തന്നെ വെള്ളം നമുക്ക് ഇറങ്ങി കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ, ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ അച്ചാർ അത് വറ്റി വരുമ്പോൾ ഈ ഒരു പരുവത്തേക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അച്ചാർ കുറവ്. അത്രയും നാരങ്ങ 750-ൻ്റെ 2 നാരങ്ങ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 650-ൻ്റെ കണ്ടെയ്നർ നിറയ്ക്കാൻ പോലുമുള്ള അച്ചാർ കിട്ടത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.